സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് പറയാൻ വരുന്ന വിഷയം നമ്മുടെ ഇലക്ഷൻ ഇപ്പം അടുത്ത് വരുന്നതാണ്, പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയുന്നത്, രണ്ട് മുന്നണികളും ആരെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം വന്നപ്പം കോൺഗ്രസ് ധീരമായ നിലപാടെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തി, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെയൊക്കെ എടുത്ത ഒരു നിലപാട്. അപ്പം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതിന് ഇവർ പറഞ്ഞതൊക്കെ ന്യായീകരിച്ചവരൊക്കെ പറഞ്ഞതൊക്കെ പി കെ ശശി, മുകേഷ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം പി കെ ശശി എനിക്ക് തോന്നുന്നു അടുത്തിടെ വരെ KTDC ചെയർമാനും ഏതാണ്ടായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA ഒക്കെ ആയിരുന്നു. ഇന്ന് അദ്ദേഹം പാലക്കാട്ട് ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ പറയുക, അവിടുത്തെ സെക്രട്ടറിക്കെതിരായിട്ടും അതൊക്കെ ആയിട്ട്. ഇനി അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണ്. കോൺഗ്രസ് ഇതുവരെ തീവ്രത ഇളക്കുന്ന വിഷയം കൊണ്ട് ഇയാളെ അളന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇയാളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ഞാൻ തലകുനിക്കുക. ഞങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് വളരെ വിചിത്രമല്ല, കോൺഗ്രസ്സിന് എന്താ പറയുക, ഒരു നിലപാടില്ലയോ. ആര് വേണം വന്നോട്ടെ, പക്ഷെ അവർക്ക് കസേര കൊടുത്തിരുത്തുക, പൂച്ചണ്ട് കൊടുത്ത് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ UDFന് വേണ്ടിയിട്ടോ ആര് വോട്ട് ചെയ്തോട്ടോ അത് നല്ല കാര്യം. പക്ഷെങ്കിൽ ഈ എന്താ പറയുക, കളങ്കിതരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പം ഈ അൻവറിൻ്റെ വിഷയത്തിൽ ഇതായിരുന്നു. ഒടുവില്ലാതെ അൻവറിൻ്റെ വിഷയം കൈകാര്യം ചെയ്ത് മാറി. ഇപ്പോൾ പുള്ളിക്ക് അവിടെ സീറ്റ് കൊടുത്തു, അത് പോട്ടെ. അപ്പോൾ ഈ പുള്ളിക്കാരന് ഈ പെണ്ണ് വിഷയത്തിലൊന്നും കേസ്, ഈ പി ശശിയും പി കെ ശശിയും ഒക്കെ പെണ്ണ് വിഷയത്തിലുള്ളതാണ്. അപ്പോൾ ഈ ശശി ഇങ്ങനെയുള്ളവരുടെ ഒരു ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഇയാളെ സീറ്റ് കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ന്യായീകരിക്കാനൊക്കുന്ന കാര്യമല്ല. കോൺഗ്രസ്സിനകത്ത് എത്രയോ നല്ല ചെറുപ്പക്കാർ ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ സീറ്റ് കൊടുത്ത് അവരെ വിജയിപ്പിക്കാനായിട്ട് നോക്ക്. വിജയിച്ചില്ല, തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, പക്ഷെ അന്തസ്സായിട്ട് തോക്കട്ടെ. അല്ലാതെ ഇതുപോലുള്ള ആത്മഹത്യാപരമായ നീക്കങ്ങൾ നടത്തരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.